ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 എന്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ഡി ബ്രോഗ്ലി ഇക്വേഷനും കാര്യങ്ങളൊന്നും ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 2 പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്. M1 M2 ആണ് അതിൻ്റെ മാസ്. ഹാവ് ബീൻ ആക്സിലറേറ്റഡ് അക്രോസ് ദി സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും സെയിം ആണ്. M1ൻ്റെ മാസ് 1 AMU ആണ്. M2ൻ്റെ മാസ് രണ്ടാമത്തെ ആളുടെ മാസ് 4 AMU ആണ്. ചോദ്യം ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് ഓഫ് M1 വിൽ ബി എക്സ് ടൈംസ് ഓഫ് M2. 2 പാർട്ടിക്കിൾ ഉണ്ട് M1 M2. ഇയാളുടെ വേവ് ലെങ്ത് എന്താണോ അത് എത്ര ടൈംസ് ആണ് M2. M2ൻ്റെ എത്ര ടൈംസ് വേവ് ലെങ്ത് ഇയാൾക്ക് ഉണ്ട് എന്നാ ചോദ്യം. രണ്ടാളുടെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ മാസും വേരും തമ്മിലുള്ള റിലേഷൻ വെച്ച് ചെയ്താൽ മതി. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ചെയ്യും. ലാംഡാസ് ഈക്വൽ ടു നേരെ പോയി h/mv എന്ന് എഴുതരുത് കേട്ടോ. കാരണം ഇത് വെലോസിറ്റിയാണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കണേ. നേരെ പോയിട്ട് ഇത് വെച്ചിട്ട് കഴിയുമ്പോൾ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ചെയ്താൽ തെറ്റിപ്പോവും. നിങ്ങൾ ചെയ്യേണ്ടത് ലാംഡാസ് ഈക്വൽ ടു h/mv എന്ന് നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ h/√2 × m × കൈനറ്റിക് എനർജി എന്നുള്ള ഇക്വേഷനും അറിയാം. ഇപ്പോൾ കൈനറ്റിക് എനർജി അല്ല പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് √2 × m × പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുക്കും. കൈനറ്റിക് എനർജിക്ക് പകരം പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഇക്വേഷൻ കൈനറ്റിക് എനർജിക്ക് പകരം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ലാംഡയും മാസ് നമ്മൾ റിലേഷൻ എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ലാംഡയും മാസ് നമ്മൾ റിലേഷൻ 1/m അല്ല 1/√m ആണ്. അതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, λ1/λ2 = 1/√m അല്ല, അപ്പോൾ √m2/m1 എഴുതാം. അപ്പം അതായത് √m2 എത്ര, രണ്ടാമത്തെ ആളുടെ മാസ് 4 AMU ആണ്, ഒന്നാമത്തെ ആളുടെ മാസ് 1 AMU. അപ്പോൾ 4/1 √4/1 എന്താ, √4 എന്താ 2 ആണ്. അതായത് λ1/λ2 2 ആണ്. അപ്പോൾ λ1 = λ2 ഇങ്ങോട്ട് പോയാൽ 2λ2. അപ്പോൾ λ1 = 2 ടൈംസ് λ2. എത്ര ടൈംസ് എന്നാ ചോദ്യം, 2 ടൈംസ്. അതായത് 2 ആണ് ഇവിടെ എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. എളുപ്പമാണേ.